പോലീസ് മെഡലുകളിൽ അക്ഷരത്തെറ്റ് വന്നതിൽ ഗുരുതര പിഴവുണ്ടായി എന്ന് കണ്ടെത്തൽ. 270 മെഡലുകളിൽ 246 എണ്ണത്തിലും അക്ഷരത്തെറ്റ് കണ്ടെത്തി. മെഡൽ നിർമ്മിച്ച ഭഗവതി സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന് പോലീസ് റിപ്പോർട്ട്. മെഡൽ പരിശോധിച്ച സമിതിക്കും പിഴവുണ്ടായെന്ന് ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ചെറിയ പിഴവൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്, വലിയ തോതിൽ പിഴവുകളാണ്. 270 മെഡലുകളിൽ 246 എണ്ണത്തിലും അക്ഷരത്തെറ്റ് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഈ ഡിഐജിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഈ സേവന കാലയളവിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു ആദരവാണ് ഈ മെഡൽ. അതിൽ കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ, അതായത് ഈ കേരളപ്പിറവി ദിനത്തിൽ അഥവാ ഭാഷാ ദിനത്തിലായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം പേരൂർക്കട SAP ഗ്രൗണ്ടിൽ വെച്ച് ഈ മെഡലുകൾ വിതരണം ചെയ്തത്. ആ മെഡലുകളിൽ വിതരണം ചെയ്ത 270 മെഡലുകളിൽ 246 എണ്ണത്തിലും അക്ഷരത്തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ്. ഈ അക്ഷരത്തെറ്റുള്ള മെഡൽ വിതരണം ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയത് ഉൾപ്പെടെ IPS ഉദ്യോഗസ്ഥൻ തലവനായ സമിതി ഈ മെഡലുകൾ പൂർണ്ണമായും പരിശോധിച്ചില്ലെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ഒപ്പം തന്നെ തയ്യാറാക്കിയ എല്ലാ മെഡലുകളും പരിശോധിക്കണമെന്ന് വ്യവസ്ഥയുണ്ടായിട്ടും അത് ചെയ്തില്ലെന്ന് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഉദ്യോഗസ്ഥർക്ക് നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥർ ന്യായീകരണമായിട്ട് പറയുന്നത് ഇത് പരിശോധിക്കാൻ വേണ്ടത്ര സമയം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ലെന്നുള്ള ഒരു വിശദീകരണമാണ്. എന്തായാലും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് അവസാന സമയമാണെന്നും ഉൾപ്പെടെ വിശദീകരണം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പിഴവ് അത് ഗുരുതരമാണെന്ന് തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയാണ്. ഈ പോലീസ് ആസ്ഥാനത്തെ DIG നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് നിലവിൽ ഈ 270 മെഡലുകളിൽ 246 എണ്ണം പിഴവ് അക്ഷരത്തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൃത്യമായി ഉണ്ടെന്ന് വിവരിക്കുകയും ചെയ്യുന്നത്. ആ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് DGPക്ക് മുമ്പിൽ അല്പസമയം മുമ്പ് സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നടപടിയിലേക്കാണ്. കാരണം ഈ മെഡലുകൾ ഇത്തരത്തിൽ ധരിക്കാൻ പോലും കഴിയാതെ വലിയ തരത്തിൽ വിമർശന വിധേയമായി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ അന്വേഷണത്തിന് DGP തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ DGPക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ലക്ഷ്മി, തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ്.